وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا. صدق الله مولانا العلي العظيم. സമാദരണീയരായ വേദിയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും പോഷക ഘടകങ്ങളുടെയും ബഹുമാന്യരായ പണ്ഡിത നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഈ മഹത്തായ വിശദീകരണ സമ്മേളനം ശ്രവിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, നേതാക്കളെ, പണ്ഡിതന്മാരെ, സ്വാഗത പ്രഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലും ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ പ്രാധാന്യത വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് ദീർഘിപ്പിക്കണം എന്ന ആഗ്രഹം ഞാൻ ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ പ്രാധാന്യത ഓർത്തുകൊണ്ട് വന്നു ചേർന്ന സഹോദരങ്ങൾക്ക് ലഭ്യമായ സമയപരിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം, അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാലങ്ങളായി തുടർന്നു വരുന്ന അതിൻ്റെ പ്രഖ്യാപിത നയം വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുക മാത്രമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായേക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയം രൂപീകരിക്കുന്നവരല്ല നമ്മൾ. മഹാന്മാരായ നേതാക്കൾ നമ്മളോട് പറഞ്ഞ നയം എന്താണോ, ഇന്ന് വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുടർന്നു വന്ന നയം എന്താണോ, ആ നയം നമ്മുടെ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ഒരു ദൗത്യം മാത്രമാണ് സംഘടനയുടെ ഖാദിമീങ്ങൾ എന്ന രീതിയിൽ നമ്മൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇത്രയും വലിയൊരു വിജയമാക്കുവാൻ സഹകരിച്ച എല്ലാ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നു. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കേരളക്കരയിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നേർപ്പാത ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മഹാന്മാർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നാളിതുവരെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുവാനും സാധ്യമായ ആളുകൾക്ക് എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ചെയ്തത് എന്ന് വളരെ വ്യക്തമായ ബോധവും ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചോ രൂപീകരണ പശ്ചാത്തലത്തെക്കുറിച്ചോ വളരെ വിശദമായ ഒരു പ്രതിപാദ്യം ഇവിടെ അനിവാര്യമായി വരും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാനതിലേക്ക് കടക്കുകയും ചെയ്യുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലുണ്ടായ ദൗർഭാഗ്യകരമായ ഭിന്നിപ്പുകൾ, നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ ചില പ്രത്യാഘാതങ്ങളും അതുസംബന്ധമായി നടക്കുന്ന ചർച്ചകളും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങളും നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിച്ചേക്കാവുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മൾ ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തിൽ നേരത്തെ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. അവ ആദർശപരമായിരുന്നു. ആദർശപരമായ ഭിന്നതകൾ വെച്ചു പുലർത്തിയിരുന്ന ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോട് വിയോജിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത പാരമ്പര്യം സമസ്തക്ക് മുമ്പിലുണ്ട്. 1925-26 കാലഘട്ടം മുതൽ പ്രവർത്തനം ആരംഭിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 8 ദശാബ്ദം പിന്നിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പൂർവ്വകാല ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സുപ്രധാനമായ 2-3 ഘട്ടങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അഭിപ്രായാന്തരമുണ്ടാവുകയും ചില ആളുകൾ മാറി നിൽക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു 1965 ഒക്ടോബർ മാസം 16-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ ചേർന്ന് തബ്ലീഗ് ജമാഅത്ത് എന്ന സംഘടനയെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു തീരുമാനം എടുത്ത പശ്ചാത്തലം. ആ തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്തപ്പോൾ ഒരു വിഭാഗം ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനത്തോട് വിയോജിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നവർ മാറി നിൽക്കുകയും അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. പ്രമുഖരും പ്രശസ്തരുമായിരുന്ന പണ്ഡിതന്മാരായിരുന്നു അതിൻ്റെ മുമ്പിലുണ്ടായിരുന്നത് എന്നതുകൊണ്ട് അന്ന് പലരും ആ സംഘടന വളരുകയും തഴച്ചു വളർന്ന് സമൂഹത്തിൽ അവർ വേരുപിടിക്കുകയും ചെയ്യുമെന്ന് ശങ്കിച്ചുവെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാർ തഖ്വയുടെ മേൽ സ്ഥാപിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനവരതം മുന്നോട്ട് പോവുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹം അംഗീകരിക്കുകയും കാലക്രമത്തിൽ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന നാമാവശേഷമാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം. അതിനുശേഷം പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്നത്
ഒരു മസ്അല തർക്കത്തിന്റെ പേരിൽ അതിന്റെ പ്രസിഡന്റ് രാജിവെച്ച് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയപ്പോഴായിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ പ്രതിസന്ധിയെയും പിടിച്ചു നിന്നു. 1967 മെയ് 25 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിനു മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനായ സദഖത്തുൽ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ ഈ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായി അഥവാ 40 അംഗ മുഷാവറയിൽ ലൗഡ് സ്പീക്കർ ഖുത്ബ ഓതുന്നതിന് ഉപയോഗിക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഒരഭിപ്രായവും ബാക്കിയുള്ള മുഷാവറാംഗങ്ങൾ വ്യത്യസ്ത അഭിപ്രായവും രേഖപ്പെടുത്തി. അതിന്റെ പേരിൽ അദ്ദേഹം മാന്യമായി തന്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് സമസ്തയിൽ നിന്ന് മാറി നിൽക്കുകയും സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകളുടെ നായകത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോയി. അതിന്റെ പ്രവർത്തനം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് പച്ചപിടിച്ചുകൊണ്ടെത്തിയിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതുകൊണ്ടും യാതൊരു പോറലുമേറ്റില്ല എന്നത് വളരെ വ്യക്തമായി ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. എന്നാൽ ഇപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിൽക്കുന്ന പ്രശ്നം വളരെ ഗൗരവത്തോടെ സമൂഹം വിലയിരുത്തുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പുതിയ ഒരു നയമോ പുതിയ ഒരു തീരുമാനമോ ഇല്ല. നമ്മുടെ മഹത്തുക്കളായ നേതാക്കൾ നേരത്തെ തീരുമാനിച്ചു വന്നിരുന്ന തീരുമാനം ഏതു രീതിയിലാണ് നമ്മുടെ സമൂഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നതിന്റെ പശ്ചാത്തലം പരിശോധിക്കുകയും ആ തെറ്റിദ്ധാരണ തിരുത്തുകയും ചെയ്യുക മാത്രമാണ് നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ലക്ഷ്യം എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ 1974 കടന്നു വന്ന മറുഭാഗം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന വ്യക്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി വളരെയധികം ശ്രമിച്ചു എന്നത് അദ്ദേഹവുമായി അടുത്തു ബന്ധമുള്ളവർക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രമറിയുന്നവർക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയില്ല. അനിഷേധ്യമായ ആ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ 1974 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് കടന്നു വരികയും അന്ന് ഏപ്രിൽ 21 ചേർന്ന മുഷാവറയിൽ അദ്ദേഹത്തെ അംഗമാക്കിയതിന് ശേഷം 1979 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുമ്പാകെ അയാൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം ഒന്നുകിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വരണം. പണ്ഡിതന്മാരായ ആളുകൾ ഈ മേഖലയിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ പോരാ, മതത്തിന്റെ ഭാഗമായി തന്നെ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്നതിന് വേണ്ടി നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ ഒരു സംഘടന രൂപീകരിക്കണം എന്ന് അദ്ദേഹം സമസ്തയോട് ആവശ്യപ്പെട്ടു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന് സാധ്യമാകാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ സുന്നി യുവജന സംഘത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രാഷ്ട്രീയ വിങ്ങായി അംഗീകരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രണ്ട് അഭിപ്രായങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഖവിലക്കെടുക്കാതെ ആമുഖമായി തന്നെ തള്ളുകയാണ് ഉണ്ടായത് എന്ന് അന്ന് ചേർന്ന മുഷാവറ യോഗത്തിന്റെ പശ്ചാത്തലം അറിയുന്ന മുഴുവൻ പണ്ഡിതന്മാരും നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ രാഷ്ട്രീയ നയം ഒന്നുകൂടി വ്യക്തമാക്കി. സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല, എന്നാൽ വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തങ്ങളുടേത് എന്ന് അവകാശപ്പെടാനാകുന്ന വിധം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധീനപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അന്ധമായി എതിർത്തുകൊണ്ട് ശത്രുത സമ്പാദിക്കാനും മുന്നോട്ട് വരുന്നില്ല. വൈയക്തികമായി ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട മതവിരുദ്ധമല്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ സമസ്ത അവസരം നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വേദിയിലിരിക്കുന്ന ആളുകളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമില്ലാത്തവരുണ്ടാവും. നമ്മളൊക്കെ പണ്ടേ പറഞ്ഞു വരുന്നത് പോലെ കേരളീയ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും അണിനിരന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്നതുപോലെ മുസ്ലിം ന്യൂനപക്ഷത്തിൽ ബഹുഭൂരിപക്ഷവും അണിനിരന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൽ ഒരുപക്ഷെ സമസ്തക്കാർ ധാരാളമുണ്ടാകും, സമസ്തയിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗുകാരും ധാരാളമുണ്ടാകും. എല്ലാ സമസ്തക്കാരും മുസ്ലിം ലീഗുകാരല്ലാത്തതുപോലെ തന്നെ എല്ലാ സമസ്തക്കാരും മുസ്ലിം ലീഗുകാരല്ല. അതുപോലെ തന്നെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് നമ്മൾ പരിശോധിച്ചാൽ ഈ ഇരിക്കുന്ന സദസ്സിലുള്ള ആളുകൾ മുഴുവൻ സമസ്തക്കാരാണെങ്കിൽ പോലും എല്ലാവരും മുസ്ലിം ലീഗുകാരായിക്കൊള്ളണമെന്നില്ല.